ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച സ്പിന്നർമാരിൽ ഒരാളാണ് അശ്വിൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അടുത്തിടെ വിരമിച്ചെങ്കിലും IPL-ലും ആഭ്യന്തര ക്രിക്കറ്റിലും അദ്ദേഹം സജീവമാണ്. തന്റെ ഹോം ഫ്രാഞ്ചൈസിയിലേക്കുള്ള മടങ്ങിവരവാണ് അശ്വിന്റെ ഈ സീസണിലെ ഹൈലൈറ്റ്. കഴിഞ്ഞ 3 സീസണുകളിലും റോയൽസിന്റെ ഭാഗമായിരുന്നു. എന്നാൽ 9.25 കോടി രൂപയ്ക്കാണ് അശ്വിൻ ഈ സീസണിൽ മടങ്ങിയെത്തിയത്. എന്നാൽ മുമ്പ് ചെന്നൈയിൽ നിന്ന് പോയ അശ്വിനല്ല ഇന്ന് മടങ്ങിയെത്തിയിരിക്കുന്നത്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ക്രിക്കറ്റ് പ്രേമികളുമായി നിരവധി തവണ സംവാദിക്കുകയും അദ്ദേഹം ചെയ്യാറുണ്ട്. ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളിലും അദ്ദേഹം സ്വന്തമായി യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. എന്നാൽ ഇതേ യൂട്യൂബ് ചാനൽ കാരണം ഇപ്പോൾ അശ്വിൻ തന്നെ പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. IPL-ൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വീഡിയോ അശ്വിന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് CSKയുടെ മോശം പ്രകടനത്തെക്കുറിച്ച് ഒരു വീഡിയോ കാണപ്പെട്ടത്. പക്ഷെ അശ്വിൻ ഈ ചർച്ചയിൽ ഉൾപ്പെട്ടിരുന്നില്ല. പകരം ആങ്കറും 2 ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുമാണ് ഉണ്ടായിരുന്നത്. ഈ ചർച്ചയിൽ സൗത്ത് ആഫ്രിക്കൻ ദേശീയ ടീമിന്റെ മുൻ ഡാറ്റ അനലിസ്റ്റ് കൂടിയായ പ്രസന്ന അഗോരം CSKക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. ഡൽഹി ക്യാപിറ്റൽസുമായി അവസാന കളിയിൽ നൂർ അഹമ്മദിനെ CSK ടീമിൽ ഉൾപ്പെടുത്തിയതിനെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ജഡേജയും അശ്വിനുമുള്ളപ്പോൾ എന്തിനാണ് നൂർ അഹമ്മദ് എന്നാണ് അദ്ദേഹം പരോക്ഷമായി ചോദിച്ചത്. ഈ മത്സരത്തിൽ DCയോട് CSK പരാജയപ്പെട്ടിരുന്നു. ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനവും ഇതിനെതിരെ ഉയരുന്നുണ്ട്. സീസണിൽ താൻ കളിക്കുന്ന അതേ ടീമിനെ തന്നെ സ്വന്തം ചാനലിലൂടെ അശ്വിനെ വിമർശിച്ചത് വലിയ രീതിയിൽ കോലാഹലങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. CSKയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യില്ലെന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് അശ്വിൻ. വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ആഴ്ച ഈ ഫോറത്തിൽ വന്നിട്ടുള്ള ചർച്ചകളും സ്വയം പരിഗണിക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനിക്കപ്പെടാം എന്നതിനെ കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് CSK മത്സരത്തിന്റെ റിവ്യൂകളും ഈ ചാനലിൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഈ ഷോകളിൽ വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകളെ ഞങ്ങൾ വിലമതിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിന്റെ സമഗ്ര ലക്ഷ്യത്തിനും അനുസൃതമായി നിൽക്കുന്ന ഉറപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരുമാണ്. ഞങ്ങളുടെ അതിഥികളുമായി എത്തുന്നവരുടെ കാഴ്ചപ്പാടുകൾ അശ്വിൻ വ്യക്തിപരമായ അഭിപ്രായങ്ങളായി പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും ചാനൽ പുറത്തുവിട്ട കുറിപ്പിൽ അറിയിക്കുന്നുണ്ടായി.